നമസ്കാരം. തമിഴകത്ത് അണ്ണാമലൈ തരംഗമോ? ചോദ്യം സാധാരണക്കാരൻ്റെതാണ്. തമിഴ്നാട് BJP പ്രസിഡന്റ് അണ്ണാമലൈ നടത്തിയ എൻ മണ്ണ് എൻ മക്കൾ യാത്ര സംസ്ഥാനത്തിലെ രാഷ്ട്രീയത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാമെന്ന ചോദ്യം ഒരുപക്ഷെ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് AIADMK എന്ന രാഷ്ട്രീയ പാർട്ടിയായിരിക്കും. BJPയുടെ സ്വാഭാവിക ഘടകകക്ഷി ആകേണ്ടിയിരുന്ന AIADMK എന്തുകൊണ്ടായിരിക്കാം ഈ വിഷയത്തിൽ ഇത്ര ആശങ്കപ്പെടുന്നത്? BJPക്ക് അടിവേരുള്ള തമിഴ്നാട് സൗത്ത് ഭാഗത്തു നിന്ന് അണ്ണാമലൈയുടെ യാത്ര സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചിരുന്നത് സ്വാഭാവികമായും ജാഥയിലെ ജനപങ്കാളിത്തം കുറയും എന്ന് തന്നെയായിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായി ജാഥയിലുള്ള ജനപങ്കാളിത്തം കൂടുകയാണ് ചെയ്തത്, പ്രത്യേകിച്ചും സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും. ജയലളിതയുടെ കാലം മുതലേ തങ്ങളുടെ സ്ഥിരം വോട്ടർമാരായ സ്ത്രീകൾ പാർട്ടിയെ വിട്ട് BJPയുടെ കൂടെ പോകുമോ എന്ന ഭയവും, ഒറ്റയ്ക്ക് മത്സരിച്ച് കഴിഞ്ഞ തദ്ദേശീയ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ BJP സ്വായത്തമാക്കിയ 9% വോട്ടും തങ്ങളുടെ ചേരിയിൽ നിന്നും പോയതല്ലേ എന്ന ചിന്തയും തീർച്ചയായും അവരെ ആകുലപ്പെടുത്തുന്നുണ്ടാകാം. ഈ വിലയിരുത്തൽ തെറ്റാവില്ല എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. പ്രായമേറെയായി തുടങ്ങിയ AIADMK നേതൃത്വത്തിന് ബദലായിട്ട് ഏതാണ്ട് സമമായ പ്രവർത്തന രീതികൾ വച്ചുപുലർത്തുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ചെറുപ്പക്കാരനും ഊർജ്ജസ്വലനും വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതുമായ അണ്ണാമലയെ കടന്നു വരുമ്പോൾ, അതും മോദി എന്ന ഗ്ലോബൽ ബ്രാൻഡിന് കീഴിൽ ഒന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും AIADMK പാടുപെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത്തരത്തിൽ കൊഴിഞ്ഞുപോക്ക് ശരിയാണെങ്കിൽ അവർ ഭയപ്പെട്ടേ മതിയാകൂ. ദ്രാവിഡ പാർട്ടികളുടെ തണലിൽ നിന്നും മാറി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തീരുമാനം BJPയും അണ്ണാമലയും എടുക്കുമ്പോൾ അത് തമിഴ് രാഷ്ട്രീയത്തിന് തുലോം അപരിചിതമായ രാഷ്ട്രീയ നീക്കമായിരുന്നു. രാഷ്ട്രീയപരമായി തമിഴ്നാട് തലമുറ മാറ്റത്തിന്റെ പടിവാതിലിൽ നിൽക്കുമ്പോൾ പാർട്ടി അവതരിപ്പിച്ച IPSകാരനായ അണ്ണാമലയുടെ വാക്കുകൾ, തുരുമ്പിച്ച വാഗ്ധോരണികൾ കേട്ടുമടുത്ത തമിഴകത്തിന് പുതുമയായി തോന്നിയെങ്കിൽ അത് തീർച്ചയായും സ്വാഭാവികം തന്നെയാണ്. ഇവിടെ അണ്ണാമലൈ തരംഗം സൃഷ്ടിക്കും എന്നുറപ്പാണ്. ഉദയനിധിയുടെ ഹിന്ദു വിരുദ്ധതയ്ക്ക് പുറത്ത് തമിഴ്നാടിന്റെ യഥാർത്ഥ ചിത്രം ചെങ്കോലിൽ എഴുതി തെളിയിച്ച BJP എന്ന പാർട്ടിയുടെ അമരക്കാരൻ നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട അണ്ണാമലൈ നിശബ്ദം അണിയറയിൽ തീർക്കുന്നത് വൻ രാഷ്ട്രീയ പ്രകമ്പനങ്ങളാകുമോ എന്ന് പൊതു തെരഞ്ഞെടുപ്പ് വ്യക്തമാകും. എങ്ങനെയാണെങ്കിലും പതിവിന് വിപരീതമായി തമിഴകം കാണാൻ പോകുന്നത് വ്യത്യസ്തമായ രാഷ്ട്രീയ സമവാക്യങ്ങളാവും. അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ തുടങ്ങി സൗത്ത് ചെന്നൈ, സൗത്ത് സെൻട്രൽ, നീലഗിരി, തിരുനെൽവേലി, കന്യാകുമാരി, വിരുത് നഗർ, മധുര തുടങ്ങിയ മണ്ഡലങ്ങളിൽ നിരവധി പ്രമുഖരെ ഇറക്കി മത്സരം BJP കനപ്പിക്കുമ്പോൾ അവർ ലക്ഷ്യമിടുന്നത് ശക്തമായ ഒരു മുന്നേറ്റം തന്നെയാണ്. അണ്ണാമലയിലൂടെ തമിഴകം താമരക്കാലത്തേക്ക് സഞ്ചരിക്കുമോ എന്നത് കാത്തിരുന്നു കാണാം.